നമസ്കാരം. ഇടുക്കി നെടുങ്കണ്ടത്ത് നാടിന് നടുക്കിയ ഒരു കൊലപാതക വിവരം പുറത്തുവരികയാണ്. പച്ചടി സ്വദേശിനി മേരിക്കുട്ടി, മകൻ റെജി എന്നിവരെ കൊലപ്പെടുത്തി വീട്ടുപരിസരത്ത് കുഴിച്ചുമൂടിയതായി സംശയമുയർന്നു. വീട്ടുപരിസരത്ത് നടത്തിയ പരിശോധനയിൽ മനുഷ്യന്റേതെന്ന് കരുതുന്ന ശരീരഭാഗങ്ങൾ പോലീസ് കണ്ടെത്തി. മേരിക്കുട്ടിയുടെ മറ്റൊരു മകൻ ഒളിവിലാണ്. കഴിഞ്ഞ മാസം 2-ാം തീയതി മുതലാണ് മേരിക്കുട്ടിയും റെജിയും കാണാതായത്. വീട്ടിലുണ്ടായിരുന്ന ഇളയ മകനോട് ഇവരെക്കുറിച്ച് ചോദിച്ചപ്പോഴെല്ലാം പരസ്പര വിരുദ്ധമായ മറുപടികളാണ് നൽകിയത്. ഇതോടെ സംശയം തോന്നിയ മകൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഇന്ന് പരിശോധനയ്ക്കായി പോലീസ് സംഘം വീട്ടിലെത്തിയതോടെ ഇളയ മകൻ ഓടി രക്ഷപ്പെട്ടു. തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിലാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. നിലവിൽ കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ കാണാതായവരുടേത് തന്നെയാണോ എന്ന് പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഫോറൻസിക് വിദഗ്ധരും ടോക്സ്കോണും സ്ഥലത്തെത്തി പരിശോധന നടത്തിയ ശേഷമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ. ഒളിവിലുള്ള മകനെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. ഇടുക്കിയിൽ നിന്നുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രദേശം പൂർണ്ണമായും പോലീസ് കാവലിലുണ്ട്. ഒളിവിലുള്ള മകനെ കണ്ടെത്തുവാനായി പോലീസ് വ്യാപക തിരച്ചിലും ആരംഭിച്ചു. കണ്ടെത്തിയത് മനുഷ്യ ശരീര ഭാഗങ്ങൾ തന്നെയെന്നുള്ള സ്ഥിരീകരണമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് കാണാതായ മേരിക്കുട്ടിയുടെയും റെജിയുടെയും തന്നെയാണോ എന്നുകൂടി ഇനി സ്ഥിരീകരിക്കുവാൻ ഫോറൻസിക് സംഘം ഉടൻ സ്ഥലത്തെത്തും. ഇവരുടെ പരിശോധനയ്ക്ക് ശേഷമേ കുഴിയിൽ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടോ എന്ന് ഉറപ്പിക്കാനാകും. അമ്മയും സഹോദരനെയും കുറിച്ച് ചോദിച്ചപ്പോഴെല്ലാം ഇളയ മകൻ നൽകിയ മറുപടികൾ പരസ്പര വിരുദ്ധമായിരുന്നുവെന്നാണ് നാട്ടുകാരും പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുള്ളത്. അയൽവാസികളുമായും ബന്ധുക്കളുമായും കൂടുതൽ ആശയവിനിമയം നടത്താതെ ഒഴിഞ്ഞുമാറി നടന്നിരുന്ന കുടുംബമായിരുന്നു ഇതെന്നാണ് പ്രാഥമിക വിവരം. ഒളിവിലുള്ള മകനെ പിടികൂടുന്നതോടെ സംഭവത്തിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസും. 1 മാസമായി ഒളിപ്പിച്ചു വെച്ച ഈ കൊലപാതക വിവരത്തിന്റെ ഞെട്ടലിലാണ് നെടുങ്കണ്ടം പ്രദേശം. ഒളിവിലുള്ള സജിക്കായി ജില്ലാ അതിർത്തിയിൽ ഉൾപ്പെടെ പോലീസ് നിരീക്ഷണം കർശനമാക്കിയിട്ടുണ്ട്. നെടുങ്കണ്ടത്തെ നടുക്കിയ ഈ ഇരട്ട കൊലപാതകത്തിൽ നിർണായക മണിക്കൂറുകളിലൂടെയാണ് അന്വേഷണവും കടന്നുപോകുന്നത്. വീട്ടുപരിസരത്തെ മണ്ണ് നീക്കി കൂടുതൽ പരിശോധനകൾ നടത്തുവാനാണ് പോലീസിന്റെ തീരുമാനം. സയന്റിഫിക് വിദഗ്ധരുടെ സഹായത്തോടെ സംഭവ സ്ഥലത്ത് നിന്ന് പരമാവധി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു വരികയാണ്. വീടിനുള്ളിൽ നടന്ന മൽപിടുത്തത്തിന്റെയോ മറ്റ് അക്രമങ്ങളുടെയോ അടയാളങ്ങളുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഓടി രക്ഷപ്പെട്ട മകൻ സജിക്കായി തമിഴ്നാട് അതിർത്തികളിലും ഹൈവേകളിലും പോലീസ് നിരീക്ഷണം ശക്തമാക്കി. ഇയാൾക്ക് കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ടോ അതോ മറ്റാരുടെയെങ്കിലും സഹായം ലഭ്യമായിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് ഗൗരവമായി പരിശോധിക്കുന്നു. ശാന്തമായിരുന്ന ഒരു ഗ്രാമത്തിലെ 1 മാസത്തോളം കൊലപാതക വിവരം ഒളിപ്പിച്ചു വെച്ചു എന്ന വാർത്തയുടെ നടുക്കത്തിലാണ് പച്ചടിയിലെ നാട്ടുകാർ. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുന്നതോടെ മാത്രമേ മരണകാരണത്തെക്കുറിച്ചും മരണസമയത്തെക്കുറിച്ചും കൃത്യമായ ധാരണ ലഭിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ ഉടൻ തന്നെ ലഭ്യമാകുന്നതാണ്.